Permanent income hypothesis. In this slide we are going to discuss about permanent income hypothesis. Milton Friedman is the most influential economist of the last 50 years and perhaps with John Maynard Keynes and most influential of the entire 20th century. അപ്പോൾ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇക്കോണമിസ്റ്റാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ തിയോറീസും അദ്ദേഹത്തിൻ്റെ റിസർച്ചും കണ്ടിന്യൂ ടു ഷേപ്പ് പബ്ലിക് പോളിസി ഡിബേറ്റ്സ് ഈവൻ ടുഡേ. ദർ ഹാസ് എ ലോട്ട് ഓഫ് ഡിബേറ്റ്സ് റിലേറ്റഡ് ടു ദിസ്. One of the Friedman's most influential and theories was his challenge to the traditional Keynesian consumption function. ഏറ്റവും ഇൻഫ്ലുവൻസ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചാലഞ്ചാണ്. കെനീഷ്യൻ കൺസംഷൻ ഫംഗ്ഷനിലുള്ള അദ്ദേഹത്തിൻ്റെ ചാലഞ്ചാണ്. Friedman countered that those who consume today take future tax, price increases, salary increases and other factors into account. അപ്പോൾ ഇന്ന് കൺസ്യൂം ചെയ്യുന്ന വ്യക്തികൾ എന്തായാലും ഭാവിയിലുള്ള കൺസംഷനിലുണ്ടാകുന്ന വർധനവിന് അവർ കൂടുതലായിട്ട് അവരത് ഫോക്കസ് ചെയ്യുന്നുണ്ട്. He distinguished between permanent income and transitory income. രണ്ട് ഇൻകത്തിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നുണ്ട് ഇവിടെ, പെർമനൻറ്റ് ഇൻകവും അതുപോലെ തന്നെ ട്രാൻസിറ്ററി ഇൻകം. This is summarized in this permanent income hypothesis. More specifically, this counters that people consume based off their overall estimation of future income as well as opposed to only the current after-tax income. Friedman and Quistnet had written the decomposition of income into permanent income and transitory income. In his paper that is titled Income from Independent Professional Practice, but it did not been published. So അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പെർമനൻറ്റ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു കൺസംഷൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺസംഷൻ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അതാണ് ഈ തിയോറിയുടെ ബേസിസ്. ഇനി അടുത്തത് അദ്ദേഹത്തിൻ്റെ ഹൈപ്പോത്തസിസ്. ഇറ്റ് ജനറേറ്റഡ് ഫ്രം ദ ബേസിക് ഫാക്ട് ദാറ്റ് ഇൻഡിവിജ്വൽസ് വുഡ് വിഷ് ടു സ്മൂത്ത് കൺസംഷൻ ആൻഡ് വിൽ നോട്ട് അലൗ ഇറ്റ് ടു ഫ്ലക്ച്വേറ്റ് വിത്ത് ഷോർട്ട് റൺ ഫ്ലക്ച്വേഷൻസ് ഇൻ ഇൻകം. ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് കൺസംഷന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുകയും ദ മോഡൽ വാസ് ഡെവലപ്ഡ് ടു എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻറ്റ് എംപിരിക്കൽ ഫാക്ടേഴ്സ് ഇൻ എ യൂണിഫൈഡ് ഫ്രെയിം വർക്ക്. അതായത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ഫാക്റ്റുകളും കാര്യങ്ങളും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് സച്ച് എസ് വൈ ഈസ് ഇൻകം മോർ വോളറ്റൈൽ ദാൻ കൺസംഷൻ. എന്തുകൊണ്ടാണ് ഇൻകം എന്ന് പറയുന്നത് കൂടുതൽ വോളറ്റൈൽ ആയിട്ടുള്ള, പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത് ദാൻ ദാറ്റ് ഓഫ് ദ കൺസംഷൻ. അതുപോലെ തന്നെ വൈ ഈസ് ലോങ് റൺ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഔട്ട് ഓഫ് ഇൻകം ഗ്രേറ്റർ ദാൻ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇൻ ഷോർട്ട് റൺ. അപ്പോൾ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇൻകം കൺസംഷനേക്കാളും കൂടുതൽ വോളറ്റൈലായിട്ട് ഇരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതും, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലോങ് റൺ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് ലോങ് റണ്ണിലത്തെ ഷോർട്ട് റണ്ണിനേക്കാളും കൂടാൻ കാരണം. ഇനി he also hypothesized that individuals have a longer term view of the income from which they base their consumption. A notion of lifetime wealth ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബേസിക് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് ഇസ് ദാറ്റ് ഔട്ട് ഓഫ് എ പെർമനൻറ്റ് ഇൻകം ഏജ് പീരീഡ് ഇൻഡിവിജ്വൽസ് consume a fraction of it, hence the average propensity to consume would be equal to the MPC. അപ്പോൾ ഇൻകം കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പെർമനൻറ്റ് ഇൻകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡിവിജ്വൽ കൺസ്യൂം ചെയ്യുന്നത്. ഈ ഇൻഡിവിജ്വലിൻ്റെ കൺസംഷൻ എന്ന് പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു MPC. APC will be equal to MPC. There are a large number of factors that influence propensity. ഇഷ്ടംപോലെ ഫാക്ടേഴ്സ് ഉണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ്, വേരിയബിൾസ്, ടേസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സാണ് നമ്മൾ ഈ തിയോറിയിൽ പറയുന്നത്, പെർമനൻറ്റ് ആൻഡ് ട്രാൻസിറ്ററി ഇൻകം ആൻഡ് കൺസംഷൻ.
Permanent income, permanent consumption that plays such a critical role in theoretical analysis cannot be observed directly for an individual consumer unit. അപ്പോൾ പെർമനൻ്റ് ഇൻകം പെർമനൻറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ് ബേസ് അല്ല നമ്മളത് അനലൈസ് ചെയ്യുന്നത്. Only actual receipts and expenditure are observed during some finite period. Actual receipts expenditures ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. Theoretical constructs of the theory usually have magnitudes that are ex ante in nature. Yet, in order to use the theoretical analysis to interpret empirical data, a correspondence must be established between theoretical and observed magnitudes. തിയറട്ടിക്കൽ ഒബ്സർവ്ഡ് മാഗ്നിറ്റ്യൂഡ്സുകൾ തമ്മിൽ ഒരു കറസ്പോണ്ടൻസ്, ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടതാണ്. ഇനി അത് സെക്കൻഡ് ക്യാരക്ടർ ഈസ് ദ ട്രാൻസിറ്ററി കോമ്പോണൻറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറാണ് പെർമനൻറ്റ് കോമ്പോണൻറ്റ്, സെക്കൻഡ് ക്യാരക്ടറാണ് ട്രാൻസിറ്ററി. സം ഓഫ് ദ ഫാക്ടർ ദാറ്റ് ഗീവ് റൈസ് ടു ട്രാൻസിറ്ററി കോമ്പോണൻസ് ഓഫ് ഇൻകം ആർ സ്പെസിഫിക് ടു പെർട്ടിക്കുലർ കൺസ്യൂമർ യൂണിറ്റ്സ്. Illness, bad guests, these all things issues that makes a transitory component. പെട്ടെന്നൊരു അസുഖം വന്നു, നമ്മൾ ഈ കൊറോണ എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും ചിന്തിക്കാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള പെട്ടെന്ന് അസുഖങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇൻകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ്. Consider a group of consumer units for a resulting transitory components to average out, so that if they along account for discrepancies between permanent and measured income, the mean measured group income would be equal to mean permanent component and mean transitory would be 0. If we are consider a group of consumer units, അപ്പോൾ ഒരു കൂട്ടം കൺസ്യൂമർ യൂണിറ്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. For a resulting transitory components to average out. Transitory components നമ്മൾ കൺസിഡർ ചെയ്യാത്ത പോലെ നമ്മൾ ചെയ്യും. So that if they alone account for discrepancies between permanent and measured income, the mean measured group income would be equal to mean permanent component. Mean നമുക്കറിയാം ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് മെഷേർഡ് ഗ്രൂപ്പ് ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ആവറേജ് പെർമനൻറ്റ് കോമ്പണൻറ്റ് ആൻഡ് ട്രാൻസിറ്ററി ഇറ്റ് വിൽ ബി 0. But not all factor given rising to a transitory need be of this kind. Some of these may be usual to group members. For example, in case of unusual good or bad weather. അപ്പോൾ ഒരു കൂട്ടരെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ഒരു തരം കോമ്പോണൻ്റ് ആണെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 0. ബട്ട് ഇഫ് ഇറ്റ് ഈസ് എഫക്റ്റിംഗ് എ ലോട്ട് ഓഫ് പീപ്പിൾ, ഫോർ എക്സാമ്പിൾ ബാഡ് വെദർ or any policies that affect the individuals, these are a group of persons are being affected. If such factors are favorable for any given period, the mean transitory it will become positive. They are unfavorable, it will become negative. അപ്പോൾ നല്ല ഫാക്ടേഴ്സൊക്കെ ആണെങ്കിൽ ആ ഇൻകം എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് രീതിയിലും അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സിസ്റ്റമാണ് അത് വരുന്നത്. സിമിലർലി സിസ്റ്റമാറ്റിക് ബയസ് ഇൻ മെഷർമെൻറ്റ് മേ പ്രൊഡ്യൂസ് a non-zero mean transitory component in recorded data even though transitory factors are affecting. സിസ്റ്റമാറ്റിക് ബയസ്ഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് കാണിക്കണം എന്നില്ല. അതാണ് രണ്ടാമത്തെ. On savings front, the permanent income hypothesis generalized the second implications of Fisher's analysis. ഫിഷർ അനാലിസിസിൻ്റെ രണ്ടാമത്തെ ഇംപ്ലിക്കേഷൻസിലോട്ടാണ് സേവിങ്ങിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ വരുന്നത് ഇവിടെ. അപ്പോൾ അക്കോർഡിംഗ് ടു ഫ്രീഡ്മാൻ, ടു ഇൻക്രീസ് ടുഡേയ്സ് കൺസംഷൻ, ഇന്നത്തെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യാൻ ദ റെപ്രസെൻറ്റേറ്റീവ് ഹൗസ് ഹോൾഡ് ബോറോസ് വെൻ ഇറ്റ് ആൻറ്റിസിപ്പേറ്റ്സ് ഹയർ ഇൻകം ഇൻ ദ ഫ്യൂച്ചർ. അതായത് ഇന്നത്തെ കൺസംഷനെ കൂട്ടാൻ വേണ്ടി ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നു, ബോറോ ചെയ്യുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഹയർ ഇൻകം ഫ്യൂച്ചറിൽ കിട്ടുമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ. ഇൻ അതർ വേർഡ്സ് ഇറ്റ് സേവ്സ് less when it expects future income to be high. Saves less, these are things. Conversely, the household uses additional savings to buffer its consumption against expected declines in income.
Thus, like Fisher's theory, Friedman's permanent income hypothesis suggests that data on savings help forecast future income. അപ്പോൾ ഫ്രീഡ്മാനെ സംബന്ധിച്ചിടത്തോളം പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തസിസിലൂടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ചെയ്യാൻ, ഫ്യൂച്ചർ ഇൻകം ഫോർകാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. എന്ത് ഫ്യൂച്ചർ ഇൻകം ഫോർകാസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു? പെർമനൻറ്റ് ഇൻകം ഡാറ്റ ഓൺ സേവിങ്ങിലുള്ള ഡാറ്റ പെർമനൻറ്റ് ഇൻകം ഫ്യൂച്ചറിലുള്ള ഇൻകം ഫോർകാസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അതെങ്ങനെയാണ് പറഞ്ഞതെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് ഒരു ഹൗസ് ഹോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഫ്യൂച്ചർ ഇൻകം ഇല്ല, ഫ്യൂച്ചർ ഇൻകം കുറയാനാണ് സാധ്യത എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തു സംഭവിക്കും? ഫ്യൂച്ചർ ഇൻകത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഡിക്ലൈൻ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ പ്രസൻറ്റ് ഇൻകം നമ്മളത് സേവ് ചെയ്യുന്നു. അതല്ല, അങ്ങനെയല്ല സിറ്റുവേഷൻ എങ്കിൽ, ഫ്യൂച്ചർ ഇൻകം ഇല്ല എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രസൻറ്റ് ഇൻകം നമ്മൾ സേവ് ചെയ്യില്ല. സേവ് ലെസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Milton Friedman's hypothesis originates from the basic intuition that individuals would wish to smooth consumption and not let it fluctuate with short-run fluctuations in income. അപ്പോൾ സ്മൂത്ത് കൺസംഷൻ ആണ് ഇൻഡിവിജ്വൽസ് വിഷ് ചെയ്യുന്നത്. ഫ്ലക്ച്വേറ്റ് ചെയ്യാനൊന്നും തന്നെ അത് അനുവദിക്കുന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽസ് വുഡ് വിഷ് ടു സ്മൂത്ത് കൺസംഷൻ ആൻഡ് നോട്ട് ലെറ്റ് ഇറ്റ് ടു ഫ്ലക്ച്വേറ്റ്. He tried to explain why income is more volatile than consumption and why is the long run marginal. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് ഇൻകം കൺസംഷനേക്കാളും വോളറ്റൈൽ എന്നുള്ളതും അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ലോങ് റൺ MPC greater than short run. To answer these questions, he took that individuals base their consumption on a longer term view of income measure. ലോങ്ങർ ടേം വ്യൂ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ലേഡ് ദാറ്റ് ഔട്ട് ഓഫ് എ പെർമനൻറ്റ് ഇൻകം ഇൻഡിവിജ്വൽസ് കൺസ്യൂം ഓൺലി എ ഫ്രാക്ഷൻ. നമുക്കറിയാം ഫ്രാക്ഷൻ മാത്രമാണ്. അപ്പോൾ MPC ഈക്വൽ ആകുമെന്നാണ് ഇവിടെ പറയുന്നത്. എ ലാർജർ നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ പ്രൊപ്പൻസിറ്റി സച്ചസ്. അപ്പോൾ പ്രൊപ്പൻസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഘടകങ്ങളും ഉണ്ട്. ഇൻട്രസ്റ്റ് റേറ്റും ഉണ്ട്, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഘടകങ്ങളാണ്. ഇതിന് പാരാമീറ്റർ എന്ന് പറയുന്നത് പെർമനൻറ്റ് കൺസംഷനുണ്ട് C, പെർമനൻറ്റ് ഇൻകം Y, ട്രാൻസിറ്ററി കൺസംഷൻ C, ട്രാൻസിറ്ററി കൺസംഷൻ Y. Measured income is the sum of permanent and transitory income, and measured consumption is a function of sum of permanent and transitory consumption. അപ്പോൾ ഇതിൽ CP + CT എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ CP എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർമനൻറ്റ് കൺസംഷനാണ്. T എന്ന് പറയുന്നത് ട്രാൻസിറ്ററി, YP എന്ന് പറയുന്നത് പെർമനൻറ്റ് ഇൻകം, YT എന്ന് പറയുന്നത് പെർമനൻറ്റ് ട്രാൻസിറ്ററി ഇൻകം. അപ്പോൾ പെർമനൻറ്റ് കൺസംഷൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ പെർമനൻറ്റ് കൺസംഷൻ എടുക്കുകയാണ് CP, that is equal to KYP. So permanent consumption is a function of permanent income, only K is constant. Thus transitory component reflects genuine fluctuations or the measurement error. The main point to focus on is that the consumption level does not depend on the components that are transitory in nature. അപ്പോൾ കൺസംഷൻ ലെവൽ എന്ന് പറയുന്നത് ട്രാൻസിറ്ററി ഒരു തരത്തിലും does not depend on the components that are transitory in nature. The empirical content to this hypothesis could be provided by adding the assumptions that transitory components are uncorrelated to each other and uncorrelated to the components that is permanent. അപ്പോൾ ട്രാൻസിറ്ററി കോമ്പോണൻസ് കോറിലേറ്റഡ് അല്ല എന്നാണ് പറയുന്നത് പരസ്പരം. അതായത് ട്രാൻസിറ്ററി കൺസംഷനും ട്രാൻസിറ്ററി ഇൻകം കോറിലേറ്റഡ് അല്ല, അതുപോലെ തന്നെ പെർമനൻറ്റ് കോമ്പോണൻസായിട്ടും അത് കോറിലേറ്റഡ് അല്ല എന്നിവിടെ പറയപ്പെടും. The proportion or fraction it is been K of permanent income is being influenced by many factors. The first one is the rate of interest.
At a higher rate of interest, the people would tend to save more and the consumption expenditure will decrease. അത് നമുക്കറിയാം. ഇൻട്രസ്റ്റ് കൂടുന്തോറും സേവ് ചെയ്യുകയും കൂടുതൽ സേവിങ് നടത്തുകയും അല്ലെങ്കിൽ കൺസംഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ നേരെ വിപരീതം. Proportion of non-human wealth to human. The relative amounts of income from physical assets and income from labor also affects consumption expenditure. This is denoted by the term W. W എന്നാണ് ആ ഒരു വെൽത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. Friedman suggests that consumption expenditure depends a good deal on wealth or assets possessed by the people to consume and vice versa. അപ്പോൾ വെൽത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫാക്ടർ തന്നെയാണ്. ഡിസൈർ ടു ആഡ് വൺസ് വെൽത്ത്, അതാണ് മൂന്നാമത്തെ ഒരു ഫാക്ടർ. ലാസ്റ്റ്ലി ദ ഹൗസ് ഹോൾഡ്സ് പ്രിഫറൻസ് ഫോർ ഇമീഡിയറ്റ് കൺസംഷൻ ആസ് അഗെയിൻസ്റ്റ് സേവിങ്. ചില ആളുകൾ കുറേ സേവ് ചെയ്യാനുള്ളൊരു താല്പര്യത്തിലായിരിക്കും. ചില ആളുകൾ എന്ത് ചെയ്യുന്നു, കൺസംഷൻ പ്രസൻറ്റ് ഡേ പഠിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രം. അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈറബിലിറ്റി അനുസരിച്ചിട്ടാണത്. ആൻഡ് ദ ഡിസൈർ ടു ആഡ് ടു വൺസ് വെൽത്ത് റേദർ ദാൻ ടു ഫുൾഫിൽ വൺസ് വാണ്ട്സ് is being denoted by the letter U. വെൽത്ത് W ആണ്. ആ ഒരു ഡിസൈറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വേരിയബിളാണ് U. ദസ് റീറൈറ്റിംഗ് ദ കൺസംഷൻ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി അതിനെ റീറൈറ്റ് ചെയ്തു. ദാറ്റ് ഈസ് CP is equal to KYP എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നതിന് പകരം IWUYP. The above function implies that permanent consumption is a function of permanent income. The proportion of permanent income devoted to consumption depends on the rate of interest, ratio of non-human wealth of labor, income and desire. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. Permanent and transitory. In addition to permanent income, the individual's income may contain a transitory component that Friedman calls as transitory income. A transitory income is a temporary income that is not going to persist in future periods. അപ്പോൾ ട്രാൻസിറ്ററി ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ഇൻകം ആണ്. അത് നമുക്ക് പെർസിസ്റ്റ് ചെയ്യില്ല, കാലാകാലങ്ങളിൽ നിലനിൽക്കാത്തതിനെയാണ് നമ്മൾ ട്രാൻസിറ്ററി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്, എ ക്ലർക്ക് ഇൻ ആൻ ഓഫീസ് മേ ഗെറ്റ് സബ്സ്റ്റാൻഷ്യൽ ഇൻകം ഫ്രം ദ ഓവർ ടൈം വർക്ക് ഇൻ എ മന്ത് വിച്ച് ഹീ തിങ്സ് കനോട്ട് ബി മെയിൻറ്റെയിൻ. ഒരു ക്ലർക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ക്ലർക്കിന് ഇൻകം കിട്ടിയെന്ന് വരാം. ഓവർ ടൈം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3-4 മണി വരെ ഓഫീസ് ടൈം, 4 മണി തൊട്ട് 5 മണി വരെ വർക്ക് ചെയ്യുകയാണെങ്കിൽ he can maintain it. Thus, this large overtime, it will be a transitory income. According to Friedman, transitory income is not likely to have much effect on the consumption. Thus, income on an individual contains of two parts, permanent and transitory income. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം പെർമനൻ്റ് ഇൻകം ഉണ്ട്, ട്രാൻസിറ്ററി ഇൻകം ഉണ്ട്. ട്രാൻസിറ്ററി ഇൻകം എന്ന് പറയുന്നതിൽ കാലാകാലങ്ങളിൽ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ അത് കൺസംഷനെ ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്ലൈഡിൽ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നോക്കാം. To make the permanent income hypothesis operational, it is needed to we should measure the permanent income. Permanent income is generally defined as the steady rate of consumption a person would maintain for the rest of his life or her life. അപ്പോൾ ഒരു പെർമനൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ജീവിത സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാവുന്ന ഒരു പെർമനൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻകം. It is very difficult to a person to know that what part of any change in income is likely to persist and is therefore permanent and what part could not persist and therefore transitory. ഏതാണ് പെർസിസ്റ്റ് ചെയ്യുന്നത്, ഏതാണ് പെർസിസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ് അറിയാൻ. Friedman has suggested a simple way of measuring permanent income by relating it to the current and past income. According to him, permanent income is equal to last year's income plus proportion of change in income occurred during the last year and current income. അപ്പോൾ പെർമനൻ്റ് ഇൻകം എന്ന് പറയുന്നത് ലാസ്റ്റ് ഇയേഴ്സ് ഇൻകം ഉണ്ട് അതിൽ, പ്ലസ് പ്രൊപ്പോർഷൻ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഒക്കേർഡ് ബിറ്റ്വീൻ ലാസ്റ്റ് ഇയർ ആൻഡ് കറണ്ട് ഇയർ. അപ്പോൾ 2 രീതിയിലാണ് അത് പെർമനൻ്റ് ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് ഇയേഴ്സ് ഇൻകവും അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഇൻകം ബിറ്റ്വീൻ ലാസ്റ്റ് ഇയർ ആൻഡ് ദ കറണ്ട് ഇയർ.
അത് മെഷർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വൈ പി ഇസ് ഈക്വൽ ടു വൈ ടി മൈനസ് 1 എ വൈ ടി മൈനസ് 1 വൈ പി ഇസ് ഈക്വൽ ടു എ വൈ ടി പ്ലസ് 1 മൈനസ് എ വൈ ടി മൈനസ് 1. To illustrate with this, suppose the proportion of change in income in the last year and the current year 0.6. Last year's income rupees 80,000, current year's rupees 85. Then we can write as like this: y is equal to, and answer will be the 83,000. It is worthwhile to know the two features of the above equations. First, if y is equal to y is equal to yt, it implies that current year's income is equal to the last year's income. അപ്പോൾ y is equal to yt is equal to yt minus 1 ആണെങ്കിൽ എന്നാണ് ഒരു കറക്ഷൻ വന്നിട്ടുള്ളതാണ് അതിൽ. yt minus 1 സിമിലർ ആണെന്നുണ്ടെങ്കിൽ രണ്ടും ഈക്വൽ ആണ്. ദിസ് ഫർദർ മീൻസ് ദാറ്റ് ലാസ്റ്റ് ഇയർ ഇൻകം ഇസ് ബീങ് മെയിൻറ്റെയിൻഡ് ആൻഡ് ദെർഫോർ ദ ഇൻഡിവിജ്വൽ വുഡ് എക്സ്പെക്ട് ടു ദ സെയിം ഇൻകം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നമുക്കൊരു ഇൻകം 15,000 കിട്ടി, ഈ കൊല്ലം നമുക്ക് 15,000 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? അടുത്ത കൊല്ലവും നമുക്ക് അതേ ഇൻകം കിട്ടും. In this case, then permanent income is equal to current or last year's income. Secondly, when income of an individual increase in the current year as compared to the last year, the permanent income will be less than the year's. The permanent income will be less than the year's income. അപ്പോൾ പെർമനൻ്റ് ഇൻകത്തിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, പെർമനൻ്റ് ഇൻകത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻകം കഴിഞ്ഞ കൊല്ലത്തേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ഇൻകം വിൽ ബി ലെസ് ദാൻ ദ ഇയേഴ്സ് ഇൻകം. ദിസ് ഈസ് ബിക്കോസ് the unsure nature of individual about whether increased income will be carried in the future as well as, and therefore does not immediately revise his estimate of permanent income by full amount of increase in his income in the current year. അപ്പോൾ കൃത്യമായിട്ട് ഇൻകത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് അനുസൃതമായിട്ട്, ഇപ്പോൾ ഒന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചറായിട്ട് നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? കറണ്ട് ഇൻകം അതുപോലെ തന്നെ കറണ്ട് ഇൻകവും ലാസ്റ്റ് ഇയേഴ്സ് ഇൻകവും സിമിലർ ആണെങ്കിൽ, കറണ്ട് ഇയർ ഇൻകവും ലാസ്റ്റ് ഇയേഴ്സ് ഇൻകവും സിമിലർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? കറണ്ട് ഇയേഴ്സ് ഇൻകവും ലാസ്റ്റ് ഇയേഴ്സ് ഇൻകവും സിമിലർ ആണെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ഇൻകം നമ്മൾ സെയിമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതല്ല ഇൻക്രീസ് ആണെങ്കിൽ അത് കാണിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം നമുക്കത് ഉറപ്പില്ല കാര്യങ്ങൾ. Permanent income, long run and short run consumption. Now it is worthwhile to explain the second question. So consider the following, that is k is equal to k by p. This equation we have already seen. In the above equation, consumption function k is marginal propensity in the short run, which is obviously less than the k is obviously less than that of the k. So less than long run marginal, which is equal to k. Thus, according to Friedman's permanent income hypothesis, in the short run marginal propensity differs from long run, the latter being greater than long run marginal propensity to consume is greater than that of the short run. Friedman's permanent hypothesis, it has been illustrated in the figure. It can be seen from this. That is CLR, long run consumption function, is the long run consumption function shows the proportional relationship between consumption and income and is a straight line passing through it. So we can see the figure. This is the figure. We can see the straight line that is passing through the middle origin, that is the long run. Those which is written as E0, E1, these are the two short run curves and one long run curve. In accordance with the permanent income hypothesis, short-run consumption functions curves are flat. Short-run consumption function curves are flatter than that of the long run. Marginal propensity to consume is lower in the case of short-run marginal propensity to consume. The reason for this is that individual is not sure whether the income will persist or not. Therefore, individuals do not fully adjust their consumption expenditure. Similar ആണ്, വലിയ മാറ്റങ്ങളൊന്നും വരത്തില്ല ഷോർട്ട് റണ്ണിലെന്നാണ് പറയുന്നത്.
It is very important to know the above analysis. It assumes that full adjustment to of current consumption is to change in income takes in the 2 years of time period. In this case, permanent income is the average of 2 years income. Permanent income എന്ന് പറയുന്നത് 2 years average ആണ്. Real world permanent income depends on the expectations of income which for longer period depending upon the vision of the individual. In case of longer vision, adjustment will takes place slowly. If the individual is sure that the increase in income is permanent, he will adjust his consumption quickly to higher income. It therefore follows that whereas in the short run average propensity fall as income increases because people are not sure whether increase in income will persist or not. But when they actually find that increase in income is permanent, they will adjust. അത് ലോങ് റണ്ണിലേ ഉണ്ടാകുള്ളൂ. അപ്പോൾ ഷോർട്ട് റണ്ണിൽ അങ്ങനെ ഇല്ല എന്നുള്ളത്. ഷോർട്ട് കമ്മിങ്സ് ആണ് നമ്മളിപ്പോൾ പറയുന്നത്. ഷോർട്ട് കമ്മിങ്സിൽ ദ PIH provides a flexible framework of this. Much of the subsequent research has filled in those inquiry. Contrary to formal, the permanent did not take a very firm view on the appropriate. Very firm view അല്ല എന്നുള്ളതൊന്ന്. The basic hypothesis of this theory is the requirement of a rolling horizon that leads to some degree of smoothing. However, the flexibility comes at a price since it is hard to define. ഒന്ന് firm അല്ല, രണ്ട് very difficult to understand and discuss. The loose definition of permanent income leaves open the questions of its measurement. However, the way one measures permanent income should be part of the മോഡൽ. എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒരു പാർട്ട് ഓഫ് ദ മോഡലാണ്. With liquidity constraints as taken in the model, individuals with positive assets will always behave as in the permanent income hypothesis, but individuals with zero assets, അപ്പോൾ പോസിറ്റീവ് അസറ്റ്സ് ആണെങ്കിൽ ഇതനുസരിച്ച് ബിഹേവ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ സീറോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടാവില്ല. വെദർ ദിസ് വിൽ ബി ഡിറ്റക്റ്റബിൾ ഇൻ ദ ഡാറ്റ, അതും ഒരു പ്രശ്നമാണ്. Friedman was explicit about the role both of taste shifter variables such as demographic composition about uncertainty in determining the marginal. He was explicit about taste shifter, explicit views ആണ് അദ്ദേഹത്തിൻ്റെ. അതുപോലെ തന്നെ അൺസർട്ടനിറ്റീനെ കുറിച്ചൊക്കെയുള്ള ഒരു, അപ്പോൾ അൺസർട്ടനിറ്റിയിൽ അദ്ദേഹം പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഔട്ട് ഓഫ് പെർമനൻറ്റ് ഇൻകം വുഡ് ബി ലോവർ. While these ideas were not formalized, ഫോർമൽ ഇതിലല്ല ഈ ഐഡിയാസും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത്. ഇംപ്ലിക്കേഷൻസ്. ഒന്നാമത്തെ ഇംപ്ലിക്കേഷൻസ് ദാറ്റ് ഇൻഡിവിജ്വൽസ് വിഷ് two simple premises on which based on one premise is that individuals wish that their expected marginal utility gets equated across time. മാർജിനൽ യൂട്ടിലിറ്റി സിമിലർ ആയിരിക്കണം, നമ്മുടെ ഇൻകം കുറയരുത്, അല്ലെങ്കിൽ നമ്മുടെ മാർജിനൽ യൂട്ടിലിറ്റി സിമിലർ ആയിരിക്കണം എന്നുള്ളതാണ് അവരുടെ ഒരു വ്യൂ പോയിൻറ്റ്. ഇൻഡിവിജ്വൽസ് ആർ ഏബിൾ ടു മേക്ക് ചേഞ്ചസ് ബൈ സേവിങ് ആൻഡ് ഡിസേവിങ് ടു ചേഞ്ച് ഇൻ ഇൻകം. Because consumers are making their consumption decision based on lifetime, the PIH implies that today's consumption will respond differently to changes in today's income depending on the income are expected versus unexpected. അപ്പോൾ ഇംപ്ലിക്കേഷനിൽ പറയുന്നത് ഇൻകം എക്സ്പെക്റ്റഡ് ആണോ അൺഎക്സ്പെക്റ്റഡ് ആണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, കൺസംഷൻ ഡിസൈഡ് ചെയ്യുന്നത്. PIH provides a sharp contrast to Keynesian consumption rules which assume consumers makes their own based only on the current income. There have been other attempts to explain consumption behavior by different economists. The reason the permanent income hypothesis has endured so much is that beyond its simple appeal is because it is a special case of an intertemporal optimization model of consumer. This model roots in the works of Irving Fisher and Ramsey. It includes the notion of shocks to income. Shock transitory എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്.
Another implication is that elasticity of consumption with respect to current income should vary systematically. Elasticity vary ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് കൺസംഷൻ്റെ. ഇൻ പെർട്ടിക്കുലർ ദ elasticity should be higher the greater is the fraction. The dynamic of pH for an oil producer country implies that government should use oil revenue only for financial investments and then finance the post-oil consumption by interest from these financial ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ ഈ ഒരു മോഡൽ ഉപയോഗിച്ചിട്ട് അവർ പറയുന്നത്, ഇപ്പോൾ ഓയിൽ പ്രൊഡ്യൂസർ കൺട്രിയാണെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യണം, ഈ ഓയിൽ റവന്യൂ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഫിനാൻസ് പോസ്റ്റ് ഓയിൽ കൺസംഷൻ അതായത് ഓയിൽ കൺസംഷൻ ഇങ്ങനെ ഫിനാൻസ് ചെയ്യണം ബൈ ഇൻട്രസ്റ്റ് ഫ്രം ദീസ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ PIHൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രി രാജ്യമാണെങ്കിൽ ആ രാജ്യത്തിൽ ഉള്ളവർ കൂടുതലും എന്ത് ചെയ്യണം, ഓയിൽ പ്രൊഡ്യൂസർ കൺട്രി ആണെങ്കിൽ ആ രാജ്യത്തിലുള്ളവർ കൂടുതലും ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുകയും ആ ഇൻട്രസ്റ്റ് റേറ്റോടു കൂടി വേണം അവർ കാര്യങ്ങൾ ചെയ്യാൻ. Indeed, if one can note the implementation of the low return projects in the developing countries during the oil boom period, it is not relevant in view of their infrastructure needs to remove physical investments. Physical investments remove ചെയ്യരുതെന്നാണ് accepted the fiscal sustainability. The adoption of PIH does not seem to be substantially improve the economic performance improve ചെയ്യണമെന്നില്ല. പക്ഷെ ആ രണ്ട് ചോദ്യങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. The PIH helps explain the failure of transitory Keynesian demand management techniques to achieve policy targets. അപ്പോൾ PIHലൂടെ നമുക്ക് പറയാവുന്നത്, അതായത് എന്തുകൊണ്ട് കെനീഷ്യൻ തിയോറി പോളിസി ഫ്രെയിംവർക്കിൽ നിന്ന് അവർ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ഇൻ എ സിമ്പിൾ കെനീഷ്യൻ ഫ്രെയിംവർക്ക് MPC is assumed constant. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് ഇവിടെ. അതുപോലെ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസ് സജസ്റ്റ് ദാറ്റ് കൺസ്യൂമർ വിൽ സ്പ്രെഡ് ഔട്ട് the gains from a temporary tax cut over a long horizon which results in a smaller stimulus. അപ്പോൾ പെർമനന്റ് ഇൻകം ഹൈപ്പോത്തസിസിൽ പറയുന്നത് ടെമ്പററി ടാക്സ് കട്ടൊക്കെ ഉണ്ടാകുമ്പോൾ സ്പ്രെഡ് ചെയ്യുന്നൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ ഒരു സ്മോളർ സ്റ്റിമുലസ് എഫക്റ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.